ചൂരയും നെയ്മീനുമാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സത്യത്തിൽ ഇതൊക്കെ അത്ര വലിയ ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, അഖില കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് വളരെയധികം അഭിമാനിക്കുന്ന ആളുമാണ്, അതിൽ ഊറ്റം കൊള്ളുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പട്ടിണിയെക്കുറിച്ചും പരിവട്ടത്തെക്കുറിച്ചും അമ്മ എത്ര ബുദ്ധിമുട്ടിയാണ് ഇദ്ദേഹത്തെ സ്കൂളിൽ വിട്ടത്, എങ്ങനെയാണ് ഒരു ബീഡി തെറുപ്പുകാരനാകേണ്ടിയിരുന്ന അദ്ദേഹം ഇന്നിപ്പോൾ കേരള ചക്രവർത്തിയായി തീർന്നതൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് സെന്റിമെന്റ്സോടുകൂടി അടിച്ചുവിടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എല്ലാ നേതാക്കന്മാരും ഇങ്ങനെ അവരവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പുഴ നീന്തി കടന്നതിനെക്കുറിച്ചും കുടയില്ലാത്തതുകൊണ്ട് വാഴയുടെ ഇല അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല തലയ്ക്ക് മീതെ കുടയായി പിടിച്ച് വിദ്യാലയത്തിൽ പോയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സെൻറ്റി അടിക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ സത്യത്തിൻ്റെ എലമെൻ്റ് എത്രയുണ്ട്, ഇവരുടെ ഭാവന എത്രയുണ്ട് എന്നൊക്കെ. എന്തുവാകട്ടെ, സഖാവ് പിണറായി വിജയൻ ഒരു ചെത്തുകാരൻ്റെ മകനാണെന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. ബാല്യത്തിലെ കഷ്ടപ്പാടുകളും മറക്കാത്ത ആളാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് പെട്ടെന്നൊരു ദിവസം ഒരു പ്രകോപനവും കൂടാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവ്, മുതിർന്ന നേതാവ്, മുൻ മന്ത്രി കൂടിയായിരിക്കുന്ന സി ദിവാകരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ മുമ്പ് പിണറായി വിജയൻ ക്യാപ്റ്റനും സി ദിവാകരൻ വൈസ് ക്യാപ്റ്റനുമായിട്ട് ഒരു ജാഥ, എനിക്ക് തോന്നുന്നത് 2006 കേരള മാർച്ചായിരിക്കണം, അത് കടന്നു പോകുന്ന സമയത്ത് സഖാവ് ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലാണ് ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് എന്ന് കേട്ടപ്പോൾ പിണറായി വിജയൻ അസ്വസ്ഥനാവുകയും വേറെ എങ്ങും കണ്ടില്ലേ എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തുകയും ചെയ്തു എന്നാണ്. ആനത്തലവട്ടത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മത്സ്യക്കറി ഉണ്ടായിരുന്നു, പക്ഷെ അത് ചൂരയായിരുന്നു. ഇദ്ദേഹത്തിന് എന്തോ കാരണവശാൽ ചൂര ഇഷ്ടമല്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ചൂരക്കറി കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയോ ചെയ്തു. അതേ തുടർന്ന് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി അസ്വസ്ഥനായി. ഇനി ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇനി ചൂരക്കറിക്ക് പകരം മറ്റെന്ത് കറി വെച്ച് വിളമ്പണം എന്ന് ചോദിച്ചപ്പോൾ ഉചിതജ്ഞനായ സഖാവ് ദിവാകരൻ പാളയം മാർക്കറ്റിൽ അതിരാവിലെ പോയാൽ നല്ല മീൻ കിട്ടും, എന്താണ് അയിലയോ മത്തിയോ പോരാ, അതിന് പകരം നെയ്മീൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നെയ്മീൻ വാങ്ങിച്ചു. പാറശാലയിൽ ഒരു വീട്ടിലായിരുന്നു ഊണ്. അവിടെ നെയ്മീൻ കണ്ടപ്പോൾ സഖാവിൻ്റെ മുഖം വിടർന്നു. അദ്ദേഹം സന്തുഷ്ടനായി, സംപ്രീതനായി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ചോദിച്ച എല്ലാ വരവും കൊടുത്തു എന്നാണ് ദിവാകരൻ സഖാവ് പറയുന്നത്. അതോടൊപ്പം തന്നെ സഖാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പിണറായി വിജയൻ ആൾ യോഗ്യനാണ്, തൻ്റെ ഉള്ളവനാണ്, ആണത്തമുള്ളവനാണ്, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയും. ഇത് നേരത്തെ ആത്മകഥയിൽ പറഞ്ഞ കാര്യമാണ്. ഈ മാതൃഭൂമിയുടെ ഓൺലൈൻകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ച ദിവാകര സഖാവിനെ എനിക്ക് വളരെ കാലമായിട്ട് എന്തോ ഒരു ശുദ്ധഗതിക്കാരനാണ്. മനസ്സിൽ ഒന്ന് വയ്ക്കുക, പുറത്തു വന്ന് പറയുക, അങ്ങനെ ഒരു സ്വഭാവമേ ഉള്ള ആളല്ല. എല്ലാ മലയാളികളും നല്ല ഭക്ഷണം കഴിക്കണം, ആരോഗ്യത്തോടെ നെഞ്ചു വിരിച്ച് നടക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് പുള്ളി പണ്ട് മുട്ടയും പാലും ധാരാളമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അന്ന് CPI പോലും അതിൻ്റെ സ്വാരസ്യം മനസ്സിലായില്ല, അതിൻ്റെ സാങ്കത്യം മനസ്സിലായില്ല, അതിലടങ്ങിയിരിക്കുന്ന വിപ്ലവകരമായ ആരോഗ്യ ദർശനം മനസ്സിലായില്ല. അദ്ദേഹത്തെ അവർ പല രീതിയിൽ പരിഹസിക്കും, അപഹസിക്കും. മുട്ടയും പാലും മാത്രം കഴിച്ചാൽ പോരാ, ഇടയ്ക്ക് തങ്കഭസ്മവും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. സഖാവ് ദിവാകരൻ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞാണ്, ചൂര പോലെയുള്ള മീനുകളൊന്നും മനുഷ്യരുടെ ശരീരത്തിന് നല്ലതല്ല, പിണറായി വിജയനെ പോലുള്ളവർക്ക് അത് കഴിച്ചാൽ വയറ്റി പിടിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നെയ്മീൻ വാങ്ങിക്കാൻ ഉപദേശിച്ചത്. അല്ലാതെ പിണറായി വിജയൻ നെയ്മീൻ വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സഖാക്കന്മാർ, ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റുകാർ ഈ ദിവാകരൻ്റെ പുറത്ത് പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് അനവസരത്തിൽ ഇങ്ങനെ അനാവശ്യ കാര്യം പറഞ്ഞത് എന്നാണ് അവർ ചോദിക്കുന്നത്. ദിവാകരൻ സഖാവ് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പുള്ളിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമുള്ള അനുഭവമുള്ള കാര്യമാണ്. അവർ പല പാർട്ടി കമ്മിറ്റികളും ഒരുമിച്ച് പങ്കെടുത്തവരാണ്, മുന്നണി യോഗങ്ങളിൽ പങ്കെടുത്തവരാണ്. വിജയൻ സഖാവ് പൊതുവെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നിഷ്കർഷവുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മറ്റൊരു കേരള മുഖ്യമന്ത്രി ഇല്ലാത്ത രീതിയിൽ മുമ്പിൽ അനവധി പൈലറ്റ് വാഹനങ്ങളും പുറകിൽ ഒട്ടനവധി എസ്കോർട്ട് വാഹനങ്ങളുമായിട്ട്, അത് ഫയർ എഞ്ചിനും ആംബുലൻസും അടക്കം സഹിതം ഇദ്ദേഹം പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കുന്നു.
ക്ലിഫ് ഹൗസിൽ വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഗോശാല നടത്തിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറം കാണുമ്പോൾ ഇങ്ങനെ ഈർഷ്യ ഉണ്ടാകാറുണ്ടോ? അതൊക്കെ ഇദ്ദേഹത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളാണ്. പുള്ളിക്ക് നെയ്മീൻ വളരെ ഇഷ്ടമാണ്, ചൂര തീരെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ചൂര അദ്ദേഹത്തിന് വച്ചു വിളമ്പാനായിട്ട് ആനത്തലവട്ടം ആനന്ദൻ ഒരുപക്ഷെ അറിവില്ലായ്മ കൂടി ചെയ്തായിരിക്കും. അല്ലെങ്കിൽ VS ഗ്രൂപ്പുകാരനായ ആനത്തലവട്ടം ഇനി പിണറായിക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ച് ചെയ്തുമായിരിക്കും, നമുക്കറിയില്ല. ആനത്തലവട്ടം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അത് അങ്ങനെ കരുതിക്കൂട്ടി ഒരു കുസൃതി ചെയ്യുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അന്നേ ദിവസം ചൂരയായിരിക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടിയ മത്സ്യം. എന്നിട്ട് കുറഞ്ഞ വില നോക്കി ഇത് ചെയ്യുന്ന ആളല്ല. മാത്രമല്ല ആനത്തലവട്ടത്തിന്റെ മകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ CPM നേതാക്കന്മാരുടെയും പട്ടണ സവിശേഷതകൾ പറയുന്നുണ്ട്. EMSനാണെങ്കിൽ എങ്ങനെയാണ്, ഗൗരിയമ്മയ്ക്ക് എങ്ങനെയാണ്, VSന് എങ്ങനെയായിരുന്നു, BT രണദേവയ്ക്ക് എങ്ങനെയായിരുന്നു, P സുന്ദരയ്യക്ക് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആനത്തലവട്ടത്തിന്റെ വീട്ടിൽ വളരെ കൃത്യമായ ഒരു പാചക വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓരോ നേതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഒരുക്കുന്നത്. ഇനി MA ബേബിയുടെ എങ്ങനെയായിരിക്കും, തോമസ് ഐസക്കിന്റെ എങ്ങനെയായിരുന്നു എന്നൊന്നും ആനത്തലവട്ടത്തിന്റെ മകൻ എഴുതിയിട്ടില്ല. അതും കൂടി വായിച്ചാൽ നമ്മൾ തല്ലിരിഞ്ഞു പോയി. ഏതായാലും പിണറായി വിജയൻ വീട്ടിൽ വരികയും ആഹാരം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എഴുന്നേറ്റ് പോയതായിട്ട് അറിയില്ല എന്നാണ് ഈ മകൻ പറയുന്നത്. മകന്റെ അറിവോടുകൂടി തന്നെ ആവണമെന്നില്ല പിണറായി വിജയൻ ഈ വിപ്രതിപത്തി അറിയിച്ചത്. എഴുന്നേറ്റ് പോയില്ലെങ്കിൽ പോലും അത് ഈ കാര്യങ്ങളൊക്കെ നീരസം ഒട്ടും മറ കൂടാതെ പ്രകടിപ്പിക്കുന്ന ആളാണ്. അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. നേരത്തെ ഇവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇദ്ദേഹം വരുമ്പോൾ ഭക്ഷണം ഒരുക്കണം എന്ന് പറയുന്നത്. ഭക്ഷണം ഒരുക്കും. ഈ ഒരുക്കാൻ ചുമതലപ്പെട്ട സഖാവ് തൊട്ട് മുമ്പത്തെ ദിവസം ഇദ്ദേഹം കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് എന്ത് ഭക്ഷണം കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ പിണറായി സഖാവിന് പൊടിയേരി കഞ്ഞിയാണ് ഇഷ്ടം എന്ന്. കോട്ടയത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊടിയേരി കഞ്ഞിയും ചമ്മന്തിയും എന്ന് പറയുന്നത്. എറണാകുളത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറിയ അവശതകളും മാറിയ ആള് ജില്ലായിട്ടാണ് വന്നത്. ഇവിടെ പൊടിയേരി കഞ്ഞി ഇടുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് കോപം വന്നു. പൊടിയേരി കഞ്ഞി ഉണ്ടാക്കാൻ തന്നോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഈ സഖാവ് അസ്തമിച്ചു പോയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സഖാവ് പിണറായി വിജയൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിഷ്കർഷമുള്ള ആളാണ്. പിന്നെ ഇത്ര പ്രായമുള്ള ആളല്ലേ, അങ്ങനെയുള്ള നിഷ്കർഷകളൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ VS അജ്വാന്റെ ഉപ്പ് തീരെ ചേർക്കാത്ത ഭക്ഷണമാണ് എത്രയോ കൊല്ലങ്ങളായിട്ട് കഴിച്ചത്. ഉപ്പിടാത്ത ഉപ്പിടാത്ത മീൻകറി ഒക്കെ കഴിച്ചിരുന്ന ആളാണ് സഖാവ് VS. ഗൗരിയമ്മയ്ക്കോ അവരുടേതായ ചില ശാഠ്യങ്ങളുണ്ടാകും. അതൊക്കെ നമ്മുടെ പൊതുസമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം നേതാക്കന്മാർ കഴിക്കണം, നമുക്കിഷ്ടമുള്ള മത്സ്യം നേതാക്കന്മാർ കൂട്ടി ഇത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ ശടിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഈ നെയ്മീനും നൊത്തോലിയും ചാളയും അയിലയും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? കേരളത്തിന്റെ വികസനം ഏതിലും മുന്നോട്ട് കൊണ്ടുപോകണം. ആ കാര്യത്തിൽ C. ദിവാകരനും പിണറായി വിജയൻ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ബിനോയ് വിശ്വവും ഗോവിന്ദ മാഷും തമ്മിലും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാണ്ട് ചൂരയാണോ നെയ്മീനാണോ എന്നുള്ളതൊക്കെ അതിന് നമുക്ക് സെക്കൻഡറി ഇമ്പോർട്ടൻസ് പോലും ഇല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെ പറഞ്ഞാൽ മതി. ഏതായാലും വിപ്ലവം ജയിക്കും, മൂന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. നിങ്ങൾക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല. ലാൽ സലാം.